നമസ്കാരം, ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാത്രിയാമങ്ങളിൽ കോട കുതിച്ച വയനാടൻ ചുരത്തിലേക്ക് കയറുമ്പോൾ തണുത്ത കാറ്റിലുലയുന്ന ചങ്ങലക്കിലുക്കം കേൾക്കാം. അധികാര കൊതിമൂത്ത ബ്രിട്ടീഷുകാരന്റെ കൊടും ചതിയിലൊന്നിന്റെ വിപ്ലവ സ്മരണയിൽ ഒരു ചങ്ങലമരമുണ്ട്. കാലങ്ങൾക്ക് മുൻപ് മരം കൊച്ചുന്ന തണുപ്പിലും ലക്കിടി കോട്ടയിൽ നിന്നിറങ്ങി വരുന്ന കാറ്റിൽ വരണ്ട ചോരയുടെ ഗന്ധമുണ്ട്. രാത്രികളിൽ ചുരം കയറി പോകുന്നവർക്കെല്ലാം ഇവിടെ നിന്ന് ഉച്ചത്തിലുള്ള അട്ടഹാസങ്ങളും അലർച്ചകളും ചങ്ങല കിലുക്കിയാടുന്ന ശബ്ദവും കേൾക്കുമായിരുന്നു. 9-ാം ചുരത്തിനപ്പുറത്തെ പടുകൂറ്റൻ ചങ്ങലമരത്തിന്റെ പിൻകഥയുണ്ട്. 12 കിലോമീറ്റർ നീളമുള്ള 9 ഹെയർപിൻ വളവുകളായി പതിഞ്ഞുകിടക്കുന്ന ഒരു വഞ്ചനയുടെ കഥ ഇന്നും പലർക്കും അറിയില്ല. ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത കരിന്തണ്ടൻ ചതിക്കപ്പെട്ട കഥ. ലക്കിടിയിലെത്തുമ്പോൾ അവിടെ കാണുന്ന ചങ്ങല ചുറ്റിയ മരം നമ്മോട് പറയുന്നതും കരിന്തണ്ടനെ കുറിച്ചാണ്. കരിന്തണ്ടനെ കുറിച്ച് ആധികാരികമായി പറയാൻ ഇന്നും എഴുതപ്പെട്ട ചരിത്രമോ രേഖകളോ ഇല്ല. ആകെയുള്ളത് കുറച്ച് വായ്മൊഴി കഥകളും ഈ പറഞ്ഞ ചങ്ങലമരവും അതിലിറങ്ങുന്ന കരിന്തണ്ടന്റെ ആത്മാവാണെന്ന സങ്കല്പവും മാത്രം. 1750 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിലാണ് കരിന്തണ്ടൻ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നത്. കോഴിക്കോട് തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് അതുവരെ അന്യമായ ഒന്നായിരുന്നു വയനാട് വഴി മൈസൂരിലേക്കുള്ള മാർഗം. സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും സുലഭമായിരുന്ന വയനാടൻ കാടുകൾ കുറച്ചൊന്നുമല്ല ബ്രിട്ടീഷുകാരെ മോഹിപ്പിച്ചത്. അതിനുപരി ശ്രീരംഗപട്ടണത്തെ ടിപ്പുവിന്റെ സാമ്രാജ്യം കീഴടക്കാനുള്ള മാർഗമായാണ് അവർ ഈ പാതയെ നോക്കിക്കണ്ടത്. പക്ഷേ അതൊരു സ്വപ്നമായി തന്നെ അവശേഷിച്ചു. പാതയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച പല ഇംഗ്ലീഷുകാരും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയായത് മിച്ചം. വയനാടൻ കുന്നുകളുടെ അടിവാരത്ത് ആടുമേച്ചു നടക്കുന്ന ആജാനുബാഹുവായ കരിന്തണ്ടനെ കുറിച്ച് കേട്ടതോടുകൂടിയാണ് ഈ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി തുറന്നത്. സായിപ്പ് കാടു കയറുവാൻ കരിന്തണ്ടനെ തേടിയിറങ്ങി. ചോദിച്ചവർക്കെല്ലാം കരിന്തണ്ടനെ കുറിച്ച് 100 നാവായിരുന്നു. ഒരുപാട് അലഞ്ഞ് ചിപ്പിലത്തോട്ട് കാട്ടിൽ അന്തിയുറങ്ങി നേരം വെളുപ്പിച്ച് സായിപ്പും കൂട്ടരും അവസാനം ആദിവാസി പണിയ ഗോത്രത്തിന്റെ മൂപ്പനായ കരിന്തണ്ടനെ കണ്ടെത്തി. കാടിനോട് പടവട്ടി വീണുപോയ കഥ സായിപ്പ് കരിന്തണ്ടനെ അറിയിച്ചു. സഹായത്തിനായി അഭ്യർത്ഥിച്ചു. ചുരത്തിന് മുകളിലേക്ക് 3 മലകളാണ് ഉള്ളത്. പുസ്തകം മാത്രം പഠിച്ച സായിപ്പിന് മൂപ്പൻ പകർന്നു നൽകിയത് ഒരിക്കലും മറക്കാനാവാത്ത ജീവിത പാഠങ്ങളായിരുന്നു. ഏതാനും ദിനരാത്രങ്ങൾ കൊണ്ട് അടിവാരത്ത് നിന്നും ലക്കിടിയിലേക്കും അവിടെ നിന്നും മൈസൂരിലേക്കുമുള്ള ആദ്യമായൊരു കാട്ടുപാത. കാടിന്റെ ഓരോ മുക്കും മൂലയും അറിയാമായിരുന്ന കരിന്തണ്ടന്റെ സഹായത്തോടെ ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പാത തേടി മുന്നേറി. അടിവാരത്തിൽ നിന്നും ലക്കിടിയിലേക്കുള്ള ആ എളുപ്പവഴി കണ്ടെത്തിയപ്പോൾ ബ്രിട്ടീഷ് സംഘത്തിന് സന്തോഷം അടക്കാനായില്ല. വയനാടൻ കാടിനെ അറിഞ്ഞ കരിന്തണ്ടന്റെ സഹായത്തോടെ പുതിയൊരു ചരിത്രപാത അവിടെ തുറക്കുകയായിരുന്നു. പക്ഷേ വെള്ളക്കാരുടെ കറുത്ത മനസ്സിൽ അപ്പോൾ മറ്റൊരു പദ്ധതി ഉരുക്കൂടുകയായിരുന്നു. കാലങ്ങളായി പരിശ്രമിച്ച് തോൽവി മാത്രം രുചിച്ച സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകൾക്ക് ഒരു സാധാരണക്കാരനായ ആദിവാസിയുടെ സഹായത്തോടെ ദക്ഷിണേന്ത്യയിൽ പടയോട്ടം വ്യാപിപ്പിക്കാനുള്ള താക്കോൽ പാത തുറന്നു കിട്ടിയത് അംഗീകരിക്കാനാവുമായിരുന്നില്ല. മാത്രമല്ല, ഈ പാത കണ്ടുപിടിച്ച കരിന്തണ്ടൻ മറ്റാർക്കെങ്കിലും കാട്ടിക്കൊടുത്താലോ എന്ന ചിന്തയും ബ്രിട്ടീഷുകാരെ അലട്ടി. ഒടുവിൽ അവർ തീരുമാനിച്ചു, ഈ പാതയ്ക്ക് കാരണക്കാരനായ കരിന്തണ്ടൻ ഇനി ജീവിച്ചിരിക്കേണ്ട. ശാരീരിക ബലത്തിന്റെ കാര്യത്തിൽ കരിന്തണ്ടന്റെ മുന്നിൽ നിന്നു നേർക്കുനേർ ഏറ്റുമുട്ടാൻ ഒരു വെള്ളക്കാരനും ധൈര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത മാർഗം ചതിയുടേതായിരുന്നു. ആദിവാസി ഗോത്രങ്ങളിലെ പണിയ വിഭാഗത്തിന്റെ തലവനായ കരിന്തണ്ടൻ തന്റെ അധികാരസ്ഥാനത്തിന്റെ അടയാളമായി ഒരു വള ധരിക്കുമായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും കരിന്തണ്ടനെ മാറ്റി നിർത്തുന്നതും ഈ ഒരു അടയാളമായിരുന്നു. വളരെ പവിത്രമായി കരുതിയിരുന്ന ഈ വള ഉറങ്ങുന്നതിനു മുൻപ് ഊരിവെക്കുകയും സൂര്യോദയത്തിന് ശേഷം കുളിച്ച് ഭക്തിയോടുകൂടി ധരിക്കുകയുമാണ് പതിവ്. കരിന്തണ്ടനെ വകവരുത്താൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ മാർഗവും ആ വളയായിരുന്നു. ഒരു നാൾ രാത്രി കരിന്തണ്ടൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഊരിവെച്ചിരുന്ന വള വെള്ളക്കാർ കൈക്കലാക്കി.
ഉണർന്നെഴുന്നേറ്റ കരിന്തണ്ടൻ തന്റെ അധികാരത്തിന്റെ ചിഹ്നമായ വള കാണാത്തതിനാൽ പരിഭ്രാന്തനായി. വള നഷ്ടപ്പെട്ട തനിക്ക് കുലത്തെ നയിക്കുവാനുള്ള അധികാരം നഷ്ടമാകുമെന്നറിയാവുന്ന കരിന്തണ്ടൻ മാനസിക വിഷമത്തോടെ തളർന്നു വീണു. ഈ അവസരം വിനിയോഗിച്ച് വെള്ളക്കാർ തങ്ങളുടെ തോക്കിന് കരിന്തണ്ടനെ ഇരയാക്കുകയായിരുന്നു. ചതിയുടെ ഇരയായി മരണപ്പെട്ട കരിന്തണ്ടന്റെ ആത്മാവ് ഗതി കിട്ടാതെ ആ മേഖലയിൽ അലഞ്ഞു. പലർക്കും ഭീഷണിയായി കരിന്തണ്ടന്റെ ആത്മാവിനെ ഒടുവിൽ ഏതോ ഒരു മന്ത്രവാദി ചങ്ങലയിൽ ആവാഹിച്ച് ലക്കിടിയിലെ ആ മരത്തിൽ ബന്ധിപ്പിക്കുകയായിരുന്നെന്ന് പറയപ്പെടുന്നു.